കേരളത്തിൽ RSSും BJPയും ജയിച്ചാൽ ഇപ്പോഴെന്താ? അവരും ഭരിക്കട്ടെ എന്ന് പറയുന്ന നിഷ്പക്ഷ മുഖംമൂടിക്കാർ അറിഞ്ഞോ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP പ്രവർത്തകർ RSS ഗണഗീതം പാടിയ കാര്യം. BJP കൗൺസിലർമാരെയും നേതാക്കളെയും സാക്ഷിയാക്കിയാണ് BJP പ്രവർത്തകർ ഗണഗീതം പാടിയത്. BJP പ്രവർത്തകർ അകത്ത് കയറിയത് പാസില്ലാതെയാണ്. സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനാണ് BJPയുടെ നീക്കം. ശാഖയിൽ പാടേണ്ടതെല്ലാം കോർപ്പറേഷൻ ആസ്ഥാനത്ത് വന്ന് അവർ പാടുകയാണ്. ഒളിച്ചും മറച്ചും ചെയ്ത വർഗീയ കളികളെല്ലാം അവരിനി പകൽ വെളിച്ചത്തിൽ കളിക്കും. തലസ്ഥാനത്തെ തങ്ങളുടെ വർഗീയതയ്ക്കുള്ള കളരിയായാണ് അവർ കാണുക. അവർക്ക് ഭരണം പിടിക്കേണ്ടതും അതിനായാണ്. തലസ്ഥാന നഗരത്തിലെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വർഗീയവാദികളാണ് എത്തിയിരിക്കുന്നത്. കാവ്യവൽക്കരണത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഗണഗീതം പാടൽ. കാവ്യ ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥ നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാവും. അന്ന് വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന്റെ ഔദ്യോഗിക ചടങ്ങിൽ RSS ഗണഗീതം പാടിയപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചവരുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചപ്പോഴും പാദപൂജ ചെയ്യിപ്പിച്ചപ്പോഴും അതിനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഫാസിസം നമ്മെ കീഴ്പ്പെടുത്തുന്നത് കാണാതെ കണ്ണടച്ചിരിക്കാനും അവർക്കാകും. എന്നാൽ ജനാധിപത്യ വിശ്വാസികൾക്ക് അതിനാകില്ല. തപാൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം പാടണമെന്ന് BMS നിർബന്ധിച്ചത് നാം കണ്ടു. ആ പരിപാടി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? ക്രിസ്മസിന് അലങ്കാരങ്ങളോ നക്ഷത്രങ്ങളോ ആശംസകളോ വെക്കരുതെന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഹ്വാനം എത്തിക്കഴിഞ്ഞു. ഇനി ക്രിസ്മസ് ദിനത്തിൽ പള്ളികളിൽ ഗണഗീതം പാടണമെന്ന് RSS പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ദേശീയ ചിഹ്നങ്ങൾക്കും ഗീതങ്ങൾക്കും പകരം മതരാഷ്ട്ര ആശയങ്ങൾ കുത്തിനിറച്ച് വർഗീയമായി ജനങ്ങളെ വിഭജിക്കാനാണ് RSS ശ്രമിക്കുന്നത്. മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. വർഗീയതയ്ക്കെതിരെ പടപൊരുതേണ്ടപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെയും മൗനാനുവാദം നൽകുന്നവരെയും തിരിച്ചറിയാൻ നമുക്കാകണം. ഗണഗീതം ശാഖയിൽ പാടിയാൽ മതി, അതുകൊണ്ട് പൊതുയിടങ്ങളിലേക്ക് വരേണ്ട. ഇതെല്ലാം തച്ചു തകർത്തും പൊരുതി ജയിച്ചും തന്നെയാണ് കേരളം ഇന്നു കാണുന്ന നിലയിലേക്ക് എത്തിയതെന്ന് ഓർത്താൽ നന്ന്.